ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുക. വളരെ ചെറുപ്രായത്തിൽ നിന്ന് ലഹരിയുടെ ഉപയോഗം തുടങ്ങി. ഇന്ന് നമ്മൾ നിർത്തും. വർദ്ധിക്കട്ടെ ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. പ്രേമിച്ച പെണ്ണിന് നിന്നെ വേണ്ട, ഇല്ലയോ? നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നില്ലയോ? കഴിക്കുന്നില്ല. എടാ, നീ ആദ്യമായിട്ടാ ഇതുപോലത്തെ ഒരു മീറ്റിംഗ് വന്നിരിക്കുന്നല്ലേ? കമ്മലിപ്പോ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നില്ലയോ? കഴിക്കുന്നില്ല. എത്ര ദിവസമായി കഴിച്ചിട്ടാ? 3-4 ദിവസമായി. പ്രേമിച്ച പെണ്ണിന് നിന്നെ വേണ്ട, ഇല്ലയോ? കൈയടിച്ച് ആമീൻ പറ. നീ ഇന്നിവിടെ വന്ന് എന്നെ കണ്ടിട്ടൊരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക, അങ്ങനല്ലയോ? കഴിക്കണോ വേണ്ട എന്നുള്ള കാര്യം. അവൾ വരുമോ ഇല്ലയോ എന്നാ? ഞാൻ കുഴഞ്ഞില്ലയോ? കുഞ്ഞെ, ആ പെങ്കൊച്ചിൻ്റെ അപ്പന് നിന്നെ ഇഷ്ടമല്ല, ആണോ? അവർക്ക് അതുകൊണ്ടാണ് ഈ പെണ്ണിൻ്റെ പ്രശ്നം. മനസ്സിലായല്ലോ? ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ പറയാം. ഇന്ന് വീട്ടിൽ പോയി കഴിക്കണം, ഫുഡ് കഴിച്ചേക്കണം. പെണ്ണ് വരുമോ വരാതിരിക്കുമോ അതൊക്കെ ഞാൻ പറയാം, കാതി പറയാം. ഇത്രയും പോരായോ? മതി. നീയാകെ കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് നീ, അല്ലയോടാ? ആന്നു എന്നോട് തമ്പുരാൻ പറയാ, നിന്റെ കുഴച്ചിലെല്ലാം ദൈവം ഇന്ന് മാറ്റാൻ പോവാ. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഇന്ന് രാവിലെ ദൈവം മാറ്റാൻ തരാൻ പോവാ. കൈയടിച്ച ആദരം തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച നാമത്തിന് സ്തോത്രം പറയാൻ പറ്റുന്ന ആളുകളൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങ. ഞാൻ നിന്നെ കണ്ടപ്പോൾ ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. എനിക്കെല്ലാം പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ന് പറയുന്നേ. നീ ആദ്യമായിട്ട് എങ്ങനത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നല്ലേ? അല്ലേ? വളരെ ചെറുപ്രായത്തിൽ നിന്ന് ലഹരിയുടെ ഉപയോഗം തുടങ്ങി. ഇന്ന് നമ്മൾ നിർത്തൂല്ലേ? നീ നിർത്താൻ വന്നൊന്നുമല്ല, നിർത്തും മോനെ. നീ യേശുവിൻ്റെ ആളായിട്ട് മാറും. നീ അവൻ്റെ കൂടെ കൂട്ടുവന്ന സത്യല്ലേ? നീ യോഗത്തിനൊന്നും വന്നല്ല, അവൻ്റെ കൂടെ വെറുതെ കൂട്ടിന് വേണ്ടി വന്ന. പക്ഷെ നിന്നോട് ദൈവത്തിന് ഭയങ്കര സ്നേഹ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ വീടിനകത്ത് വ്യാപരിക്കാൻ പോവാ. മക്കളെ, കർത്താവ് എന്നോട് പറയുക, നിന്റെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അത് നിന്റെ അച്ഛൻ നിമിത്തമാണ്. നിന്റെ അച്ഛൻ്റെ അകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത നിന്റെ അച്ഛൻ എഴുന്നേറ്റ് നടക്കാത്ത പോലെ അന്ന് അവസാനിച്ചേനെയല്ല. തമ്പുരാൻ ജീവൻ കൊടുത്തത് ഒരു ദൈവത്തിന്റെ പദ്ധതി കൊണ്ടാണെന്ന് ഇന്ന് രാവിലെ ദൈവം ദൂത് പറയാൻ പോവാ. ഒന്ന് സഭ കൈയടിച്ച് ആദരം ഒന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഏത് വിഷയ കിട്ടാനുള്ള മാത്സ്? ഈ പ്രാവശ്യം നീ പാസ്സാവും. നിന്റെ അമ്മ അതിന് കാത്തിരിക്കുക. നിന്റെ അമ്മ അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ രാവിലെ നമ്മൾ ലഹരി ഉപയോഗം നിർത്തും. കൂട്ടുകാരൻ കേട്ടോ? ഇനി വിളിച്ചോണ്ട് പോവല്ലവനെ. നീയും നിർത്തണം. നമ്മൾ നിർത്തി. വേറെ 2 കുഴച്ചിലൂടെ ഉണ്ട് നിന്റെ വീട്ടിൽ. മക്കളെ, നീ +2 പാസ്സാവും. ഒരു കോഴ്സിന് വേണ്ടി പോകും. ഒരു രാജ്യം വരെ നീ പോകും. നിന്റെ അവസ്ഥ മുഴുവൻ മാറും. നിന്റെ അമ്മ നിനക്ക് വേണ്ടി ഒത്തിരി വർഷമായി നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ കാണുക. ഇന്ന് രാവിലത്തെ ആരാധനയിൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോവാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ആദരം തുറന്ന് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് ഈ കുടുംബത്തിനകത്ത് രക്ഷയുണ്ടാകാൻ ഒരുമിച്ച് യേശുവിനെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. ആദ്യമായി ഈ പെന്തക്കോസ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു മീറ്റിംഗിൽ അവൻ ആദ്യമായിട്ടാ. ഇവിടെ നിന്നല്ല, ആദ്യമായിട്ടാ. അല്ലേ? അമ്പലത്തിൽ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇങ്ങനത്തെ പോയിട്ടില്ല. ഇങ്ങനത്തെ മീറ്റിംഗിൽ അവൻ ആദ്യ. പക്ഷെ യേശു അവനെ തൊട്ടു. മക്കളെ, നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി അതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക.
ഒരുപാട് കുഞ്ഞുങ്ങൾ ലഹരിയിൽ നശിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഇന്ന് രാവിലെ വിടുവിക്കാൻ ദൈവത്തിന് തോന്നിയ പ്രസാദത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നോട് തമ്പുരാൻ പറയുക, നിന്റെ മുമ്പിൽ 3 പോലീസ് കേസുകൾ വരുത്തി തീർക്കുന്ന പോലെ നിനക്കെതിരെ ആധിപത്യങ്ങളുടെ ചങ്ങലകളുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം നിന്നെ വിടുവിച്ചയക്കാൻ പോവാ. നിന്റെ സ്ഥിതിഗതികളെ എല്ലാം ദൈവം മാറ്റാനായിട്ട് പോകുകയാ. അർദ്ധനെ വൈഡപ്രഭം ശബ്ദര, നിന്റെ വീടിനകത്ത് നിന്റെ അമ്മയുടെ പ്രാർത്ഥന ദൈവത്തിന്റെ പക്കലുണ്ട്. ഇന്ന് രാവിലെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നിനക്ക് മറുപടി തരാനായിട്ട് പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ ഒന്ന് വിളിച്ച ദൈവത്തിന് ഇന്ന് രാവിലെ ഒന്ന് മഹത്വം കൊടുക്കാമെങ്കിൽ ഈ രാവിലെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. അടന സന്തരാധന. തമ്പുരാനെ കൊച്ചു മാറുന്നതിന് നന്ദി. അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞെ, ഇനി ഒരു ലഹരി, എഴുന്നേറ്റൊന്നോ, ഇനി ഒരു ലഹരി ഉപയോഗിക്കരുത്. ഇല്ലല്ലോ, നീ +2 പാസ്സാവും. നീ കുറേ നാളായിട്ട് എഴുതുക, പക്ഷെ ഈ വർഷം നീ പാസ്സാവും. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിന്റെ വീട്ടിലുണ്ടാകും. കർത്താവ് അത് ചെയ്യാൻ നീ പോയിരുന്നോ?